നമ്മളിൽ പലരുടെയും വലിയൊരു സ്വപ്നമായിരിക്കും ഒരു സർക്കാർ ജോലി അല്ലേ? അധികം ഫീൽഡ് വർക്കുകളൊന്നുമില്ലാത്ത കൃത്യമായ സമയക്രമമുള്ള നല്ല ശമ്പളമുള്ള ഒരു ജോലി ലഭിച്ചാൽ എങ്ങനെയുണ്ടാവും? കൊള്ളാം അല്ലേ? ബിരുദം കഴിഞ്ഞിറങ്ങുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും സ്വപ്ന ജോലികളിലൊന്നാണ് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് തസ്തിക. എന്തുകൊണ്ടെന്നല്ലേ? മികച്ച ശമ്പളം, അതായത് ഏകദേശം 39,000 മുതൽ 83,000 രൂപ വരെ ബേസിക് പേ. അലവൻസുകൾ കൂടി ചേരുമ്പോൾ തുടക്കത്തിൽ തന്നെ 55,000 രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് സാലറി ലഭിക്കാം. അസിസ്റ്റന്റായി കയറുന്ന ഒരാൾക്ക് പ്രൊമോഷനിലൂടെ താഴെ പറയുന്ന തസ്തികകളിൽ എത്തിച്ചേരാൻ സാധിക്കും: അസിസ്റ്റന്റ്, സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, സെക്ഷൻ ഓഫീസർ, കോർട്ട് ഓഫീസർ ഓർ ഫയലിംഗ് സ്ക്രൂട്ടിനി ഓഫീസർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ, ഒടുവിൽ രജിസ്ട്രാർ പദവി വരെ. അതായത് അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിച്ച് മികച്ച പ്രൊമോഷനുകളിലൂടെ രജിസ്ട്രാർ പദവി വരെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്നർത്ഥം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ടാവും: ഇത്രയും നല്ല ജോലിയാണ്, അപ്പോൾ പരീക്ഷ കടുപ്പമായിരിക്കില്ലേ? നമുക്ക് നോക്കാം. പരീക്ഷാ ഘടന വളരെ ലളിതമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാം ഘട്ടം OMR അടിസ്ഥാനമാക്കിയുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. ആകെ 100 ചോദ്യങ്ങൾ, സമയം 75 മിനിറ്റ്. ഇംഗ്ലീഷ് 50 മാർക്ക്, ജനറൽ നോളജ് 40 മാർക്ക്, ബേസിക് മാത്സ് ആൻഡ് റീസണിംഗ് 10 മാർക്ക്. ഇവിടെ 0.25 മാർക്കിന്റെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇതിൽ ചുരുങ്ങിയത് 40% മാർക്ക് നേടുന്നവരെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് പരിഗണിക്കുക. രണ്ടാമത്തെ ഘട്ടം ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്. ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ ആയിരിക്കും 60 മാർക്കിന്റെ ഈ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ നടക്കുക. ഇതിൽ പ്രസി റൈറ്റിംഗ്, കോംപ്രഹെൻഷൻ, എസ്സേ റൈറ്റിംഗ് എന്നിവയുണ്ടാവും. ആകെ 60 മാർക്കിനാണ് ഈ പരീക്ഷ. പരീക്ഷ പൂർണ്ണമായും ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും. ഇതിന് പ്രത്യേക കട്ട് ഓഫ് മാർക്കില്ല. എങ്കിലും റാങ്ക് ലിസ്റ്റിൽ വരാൻ ഈ മാർക്ക് വളരെ പ്രധാനമാണ്. മൂന്നാമത്തെ ഘട്ടം 10 മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ ആണ്. അങ്ങനെ ആകെ 170 മാർക്കിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് കൂട്ടിക്കിഴിച്ച് നോക്കിയേ. ആകെ 170 മാർക്കിൽ 110 മാർക്കും ഇംഗ്ലീഷിനാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഈ പരീക്ഷയിൽ മികച്ചൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കും. ഇനി ആർക്കൊക്കെ ഇത് അപേക്ഷിക്കാമെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ 50% മാർക്കോടെ ബിരുദമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ബിരുദമുള്ളവർക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും. കൂടാതെ SC/ST വിഭാഗക്കാർക്ക് മാർക്ക് പരിധിയിൽ ഇളവുണ്ട്. പ്രായപരിധി സാധാരണയായി 18 മുതൽ 36 വയസ്സ് വരെയാണ്. കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിലെ 258 പേരിൽ 66 പേരും കേസ് മെന്ററിൽ നിന്നുള്ളവരായിരുന്നു. പ്രയത്നം അവരുടേതായിരുന്നു. ഞങ്ങൾ അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുത്തു എന്ന് മാത്രം. അടുത്ത ഊഴം ഇനി നിങ്ങളുടേതാണ്. ഇംഗ്ലീഷ് എനിക്ക് പാടാണല്ലോ, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ 60 മിനിറ്റിൽ എങ്ങനെ എഴുതി തീർക്കും എന്നോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. ശരിയായ ദിശാബോധത്തോടെയുള്ള തയ്യാറെടുപ്പാണ് ഏതൊരു മത്സര പരീക്ഷയിലെയും വിജയത്തിന്റെ രഹസ്യം. ഈ പരീക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അതോ ഒരു മികച്ച പഠന രീതി എങ്ങനെ തയ്യാറാക്കണമെന്ന് ആലോചിച്ച് വിഷമിക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ജൂലൈ 19 ഞങ്ങൾ ഒരു സൗജന്യ ഓൺലൈൻ വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ഹൈക്കോടതി അസിസ്റ്റന്റ് പരീക്ഷയെ എങ്ങനെ നേരിടാം, സിലബസ് എങ്ങനെ ലളിതമായി പഠിച്ചു തീർക്കാം, മുൻ വർഷങ്ങളിലെ ട്രെൻഡുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചെല്ലാം നമ്മുടെ അനൂപ് സാർ ഈ വെബിനാറിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഇത് തികച്ചും സൗജന്യമാണ്. ഈ വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരൊന്ന് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കാനുള്ള ഈ സുവർണാവസരം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.